Watch it, the button I took for the engine Malayalis. Hey man, it's Videsham, it's Egyptian, say right now. കേരം തിങ്ങണ നാടിൻ കാര്യം കണ്ടുമടുത്ത് കടതാണ്ടി മറുതീരം തേടി അവരിക്കരയെത്തിയ നേരം അക്കരെ എന്തൊരു ഭേദം ഇവിടൊളിയമ്പും കുതികാലും മാത്രം മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ മറുനാട്ടിൽ പൊടിപൂരം മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ വിദേശം വിചിത്രം മലയാളി എന്നും ഗമയുടെ കോലം ഏഷണിശീലം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം. SilverVideoUSA.com. For Malayalam movies, DVDs, and Blu-rays, visit SilverVideoUSA.com. അതൊരു വെറും തലോടലല്ല, ചില മൂല്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരിക കൂടിയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ടാകും. കോടിയൽ ഇൻഷുറൻസ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട്. ഉണ്ടല്ലോ കയ്യിലൊരു പൊതിക്കട്ടെ. എടി, നീ ഏലിക്കുട്ടിയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അവർ നാട്ടിൽ പോയപ്പോ സാരി വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞു കാണുമെന്ന്. ഏതായാലും നിങ്ങൾ മേടിച്ച് തരികയല്ലോ, പിന്നെ ഞാൻ വാങ്ങുന്നതിൽ എന്താ തെറ്റ്? എടി, വർഷം തോറും നീ വാങ്ങിച്ചു കൂടുന്ന സാരി തന്നെ ഉടുത്തോണ്ട് വന്നതൊക്കെ നേരമില്ല. ഇനി അതിന്റെ കൂടെ ഞാൻ കൂടെ വാങ്ങിച്ചു തരാഞ്ഞിട്ട്. എന്നാലേ ഇത് സാരിയും പാവാടയൊന്നും അല്ല, ഇതാണ് ലാവണ്യതൈലം. വണ്ണം കുറയ്ക്കാനുള്ള എണ്ണയെ. വണ്ണം കുറയ്ക്കാനുള്ള എണ്ണയോ? അങ്ങനെ ഒരു എണ്ണയുണ്ടോ? അതിനാ പറയുന്നത് വല്ലപ്പോഴും മലയാളം TV കാണണമെന്ന്. മോളെ എലീസേ, ഈ സാരിയും ബ്ലൗസും ഒക്കെ പെണ്ണുങ്ങൾക്കുള്ളതാ. അതുപോലാണ് ടിവിയും സീരിയലും, അതും പെണ്ണുങ്ങൾക്കുള്ളതാ. അത് കണ്ട് കരയാനൊന്നും എന്നെ കിട്ടത്തില്ല. കരയണമെങ്കിലേ കണ്ണീര് വേണം, അതിനിത്തിരി വെള്ളമൊക്കെ അങ്ങ് കുടിക്കണം. അല്ലാണ്ട് 24 മണിക്കൂറും കള്ള് കുടിച്ചോണ്ടിരുന്നാലേ കുടിക്കുന്ന സ്പിരിറ്റ് ഒക്കെ അങ്ങ് ആവിയായിട്ട് പോകും. ഇപ്പോഴാ ചില ആണുങ്ങൾ കരയാത്തതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായത്. ഏതായാലും നീ എണ്ണ തേക്ക. ദേഹം അനങ്ങാതെ വണ്ണം കുറയ്ക്കുന്ന പരിപാടി വിജയിക്കുമോ നമുക്ക് നോക്കാം. വിജയിക്കാതിരിക്കാൻ എന്താ? മോഹിനി ഉണ്ണിയുടെ വണ്ണം എത്രയാ കുറഞ്ഞെന്നറിയാവോ? മോഹിനി ഉണ്ണിയോ? അതാരാ? ഓ, നിങ്ങൾക്ക് മോഹിനി ഉണ്ണിയെ അറിയത്തില്ലേ? സിനിമാ നടിയേ. ഓ, ആ മെലിഞ്ഞിട്ട് വലിയ ചെവിയുള്ളൊരു കൊച്ച്. അതെ, അത് തന്നെ. എടി, ആ കൊച്ചിന് പണ്ടേ വണ്ണമില്ലായിരുന്നല്ലോ. സിനിമയിലായിരുന്നപ്പോ വണ്ണമില്ലായിരുന്നു, പിന്നെ അല്പം വണ്ണം വെച്ചു. അഭിനയം നിർത്തി അമേരിക്ക വന്നപ്പോ അതങ്ങ് കേറി വീർത്തു. ഇതൊക്കെ ആര് കണ്ടു? അവര് വീണ്ടും ഈ എണ്ണ തേച്ച സ്ലിം ആയത്. ഇപ്പൊ എല്ലാം തൊലിയുമായി. എല്ലും തൊലിയും ആയെങ്കിലേ വേറെ വല്ല അസുഖമായിരിക്കും. അതൊന്നുമല്ല, വണ്ണം കുറച്ച് നല്ല സുന്ദരിയായി അവരെ കാണാൻ. എടി, നിന്നോട് പറഞ്ഞ അവ എണ്ണ തേച്ചിട്ടാ വണ്ണം കുറഞ്ഞത്? പിന്നെ TV പരസ്യത്തിൽ പറഞ്ഞതല്ലേ? എടി, ഈ പരസ്യത്തിൽ പറയുന്നതൊക്കെ നേരാണെന്നാ നീ വിചാരിക്കുന്നത്? പിന്നെ ലോകം മുഴുവനുള്ള ആൾക്കാരുടെ മുമ്പിൽ അവരെങ്ങനെ കള്ളം പറയുന്നത്? ഒരു പരസ്യത്തിന് ഒരു നടനെയോ നടിയോ വിളിച്ചാൽ അവര് ചോദിക്കുന്ന കാശ് കമ്പനിക്കാർ കൊടുക്കും. എന്നിട്ട് കമ്പനിക്കാർ പറയുന്നത് അവരങ്ങോട്ട് വിളിച്ചു പറയും. നിന്നെ പോലുള്ള കുറെ വീട്ടുകൾ അതങ്ങോട്ട് വിശ്വസിക്കും. പരസ്യം കണ്ടാൽ അറിയാൻ മേലെ പ്രോഡക്റ്റ് നല്ലതാന്ന്. എന്താ നീ കേട്ടോ? ഏറ്റവും കൂടുതൽ പരസ്യം ഏതിന് കൊടുക്കുന്നുവോ ആ സാധനം ഒന്നിനും കൊള്ളൂല. അതാരാ നിങ്ങളോട് പറഞ്ഞേ? എടി, ഉൽപ്പന്നം നല്ലതാണെങ്കിൽ ആൾക്കാരത് വാങ്ങിച്ചോളൂ. വിൽപ്പന ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടി പരസ്യം? അങ്ങനെ ഒരു പരസ്യക്കണിയിലെ എന്റെ മുളെ നീ ഇപ്പൊ വീണിരിക്കുന്നേ. അങ്ങനെ കെണിയിലൊന്നും ഞാൻ വീണിട്ടില്ല. ഒന്നും അല്ലെങ്കിൽ ഇതൊരു ആയുർവേദ മരുന്നല്ലേ, ദോഷം ഏതായാലും വരത്തില്ല. നീ ഒരു കാര്യം ചെയ്യേ മോളെ, നീ പെരട്ടിക്കോ. നിന്റെ തടിയൊന്ന് കുറഞ്ഞ് കണ്ടാ മതിയായിരുന്നു. എനിക്ക് ഇത്തിരി വണ്ണം കൂടിയത് കാരണം എന്റെ കൂടെ വരാൻ നിങ്ങൾക്ക് കുറച്ചില്ലല്ലേ? രണ്ടാന ഒരുമിച്ച് പോകുന്നത് കണ്ടാലേ ഒരു രസമുണ്ട്. രണ്ടാട് ഒരുമിച്ച് പോകുന്നത് കണ്ടാലും കുഴപ്പമില്ല. പക്ഷെ ഒരാനയും ഒരാടും കൂടെ ഒരുമിച്ച് പോകുന്നത് കണ്ടാലേ കാണാൻ ഒരു ചന്തവും ഇല്ല. മനസ്സിലായി, ഞാൻ ആനയും നിങ്ങൾ ആടും.
ഞാൻ ആടുന്നില്ലേ. നിങ്ങൾ എന്നെ കെട്ടിയപ്പോ ഞാൻ ആഷിന്റെ കൂട്ടി ഇരുന്നതല്ലേ? ആഷോ? അതാരാ? നമ്മുടെ ഐശ്വര്യ റായി. ഓ, അത്രയ്ക്ക് അങ്ങോട്ട് പോണ്ട. എന്നാലും ഇത്രയും വണ്ണമില്ലായിരുന്നു. നിങ്ങളുടെ 3 പിള്ളേരെ ചുമന്ന് വെച്ചാ പിന്നെ എനിക്ക് ഇത്ര വണ്ണം വെച്ചത്. അതായത് നിനക്ക് ഇത്രയും വണ്ണം വെച്ചതിന്റെ ഉത്തരവാദി ഞാനാണെന്ന് ചുരുക്കം. എടി, ഇക്കണക്കിന് നീ ഒരു 3നെ കൂടി പെറ്റിരുന്നെങ്കിലേ വെറുത്ത് പൊട്ടിപ്പോയാലോടി. തടവല്ലേ, എണ്ണ ഒഴിക്കാതെ തടവല്ലേ. വേണമെങ്കിൽ കുറച്ചൊക്കെ എണ്ണ ഒഴിച്ച് തടവയ്ക്കൂ. ഈ വണ്ണം കുറയ്ക്കാവോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറച്ചില്ലെങ്കിലേ ഇങ്ങനെ 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 വിളിച്ചു. എങ്ങനെ എങ്ങനെ എങ്ങനെ? നിങ്ങൾ രാവിലെ ഈ കാറെ പണിയാൻ തുടങ്ങിയോ? ഒരു മെക്കാനിക്കിനെ വിളിക്കാൻ മേലേ? പിന്നെ മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചാലേ അവന് $250 വാങ്ങിക്കും. ഈ എണ്ണ എങ്ങനെ ദേഹത്ത് വരട്ടുന്നേ? കയ്യിലോട്ട് വെച്ചങ്ങ് തേക്കടി. അയ്യോ, അന്നേരം കൈപ്പത്തിയുടെ വണ്ണം കുറയത്തില്ലേ? കൈപ്പത്തിയുടെ വണ്ണം കുറയും. പിന്നെ എന്നാ ചെയ്യുന്നേ? കോഴിത്തൂവൽ ഉണ്ടായിരുന്നെങ്കിൽ തേക്കാൻ പറ്റിയേനെ. അത് ശരിയാ. അതെവിടുന്ന് കിട്ടും? ഇവിടെ എത്ര കോഴിയെ വേണേലും വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ പൂടെ ഉള്ള കോഴിയെ കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ എങ്ങനെയാ ഇതൊന്ന് തേക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലൗസ് എടുത്ത് കയ്യിലോട്ടിട്ട് തെച്ചങ്ങ് പിടിപ്പീരടി. അയ്യോ, എനിക്ക് ആ ബുദ്ധി അങ്ങ് പോയില്ല കേട്ടോ. എടി, എണ്ണ തേക്കുന്നത് കൊള്ളാം കേട്ടോ. ഈ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞാൽ മതി ആകരുത്. പാണ്ടോ? അതെന്തുവാ? അതാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാലുള്ള ദോഷം. അവിടെ പാണ്ടില്ലല്ലോ. അതെന്ത് കുന്തമാണെന്നാ നിങ്ങളോട് ചോദിച്ചത്? പാണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് അറിയത്തില്ല എന്താ ഞാൻ പറഞ്ഞത്? പണന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിപ്പനൊരു കട്ടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നു. നിങ്ങൾ ഇവിടെ ഒന്ന് കൂത്ത് കളിച്ചോ, ഞാൻ പോയി എണ്ണ തേക്കട്ടെ. വയറ്റത്ത് മാത്രം തേച്ചാ മതി. ദേഹമെല്ലാം തേച്ചേ ഉള്ള ദശയെല്ലാം കളയണ്ട. പെണ്ണായാലേ ഇത്തിരി ദശയില്ലെങ്കിലേ കാണാൻ കൊള്ളൂല. Hi, Mummy. Are you going somewhere today? മമ്മി പള്ളിയിൽ പോയതല്ലേ മോനെ? ഇന്ന് ശനിയാഴ്ച ആയിട്ട് നീ നേരത്തെ എഴുന്നേറ്റല്ലോ. Mummy, there's a new show on TV today. I want to watch it. അപ്പൊ TV ഷോ കാണാൻ നിനക്ക് നേരത്തെ എഴുന്നേക്കാൻ അറിയാം. Mummy, I'm hungry. Is there anything for breakfast? അയ്യോ, മമ്മി ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ മോനെ. മോൻ പോയി ഷോ കാണും, മമ്മി പെട്ടെന്ന് ഉണ്ടാക്കി തരാം. Okay, Mummy. Tell me when it's ready. ഓക്കെ. പള്ളി പോയിട്ട് നിനക്ക് സാരി പറയാൻ നേരം കിട്ടിയില്ല ഇതുവരെ. ആ മൂവി ഒന്ന് തീരട്ടെ. അതുകൊണ്ട് ഡോർബെൽ അടിച്ചെന്ന് തോന്നുന്നല്ലോ. വിളിച്ചോ? ജെയ്സന്റെ കൂട്ടുകാരും എല്ലാവരും ആയിരിക്കും. പോയി നോക്കി. ഞങ്ങള് വെറുതെ മൂവിയൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സ്റ്റീഫൻ ആയിരുന്നോടോ. ഞാൻ ചാരായി വിളിക്കാതെ പറയാതെ വരുന്നതെന്ന്. ഹായ് മോളെ, ഹൗ ആർ യു? Hi, Uncle. I'm fine, thank you. How is the school? Very good. That's good. ജെയ്സൺ അകത്തുണ്ട്. മോള് പോയി കളിച്ചു. Okay. ഓക്കെ. വാടോ. എന്നാ ഉണ്ടോ വിശേഷമൊക്കെ? നല്ല വിശേഷം. ഇരിക്കേ. ഞാൻ മൂവിയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ ഇങ്ങനെ മൂവി കണ്ടിരിക്കുക. അല്ല ഷേർലി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഷേർലി എത്ര പറ്റൂ? സാജിന് അറിയില്ലേ ഞങ്ങൾക്ക് 2 കുട്ടികളുള്ളത്? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം? എടോ, താൻ എന്തിനാണ് വീട്ടിൽ വരുന്ന പെണ്ണുങ്ങളോടൊക്കെ പേരിന്റെ കണക്ക് ചോദിക്കുന്നത്? എടോ, എന്റെ ഭാര്യ പറയുന്നു 3 പെറ്റതി പിന്നെ അവൾക്ക് വണ്ണം വെച്ചെന്ന്. അപ്പൊ ഷേർലിക്ക് എന്താ വണ്ണം വെക്കാത്തെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, തന്റെ ഭാര്യ വണ്ണം കുറയ്ക്കാനുള്ള എണ്ണ തേക്കുന്നില്ലേ? വണ്ണം കുറയ്ക്കാനുള്ള എണ്ണയൊക്കെ തേക്കുന്നുണ്ട്. എന്നിട്ട് വല്ലതും കുറഞ്ഞോടും? കുറയുന്നുണ്ട്. എത്ര പൗണ്ട് കുറഞ്ഞു? പൗണ്ടോ? എടോ, കുപ്പിയിലെ എണ്ണ കുറഞ്ഞു. എടോ, തന്റെ ഭാര്യ എണ്ണ തേച്ച് വണ്ണം കുറപ്പിച്ചു എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എണ്ണ തേപ്പിക്കാനുള്ള പുറപ്പാടില്ല എന്റെ ഭാര്യ. എടോ, ആണുങ്ങളെ ഇത്തിരി തടിയും കൊടുവരൊക്കെ വേണം. എടോ, ഞാനും അത് തന്നെയാണോ പറയുന്നത്? ഇവക്ക എന്റെ വയറുകൊണ്ട് ബുദ്ധിമുട്ട്. ചിലപ്പോഴിത്തിരി ബുദ്ധിമുട്ട് അവർക്കും കാണും.
അതെന്തിനാ? എന്റെ വയറ് ഞാനല്ലേ ചുമക്കുന്നത്. അതാണ്. പക്ഷെ ചിലപ്പോ അവരും ചുമക്കേണ്ടി വരില്ലേ? ഓ അങ്ങനെ അങ്ങനെ. എന്നാൽ അത് വാതൊന്ന് പറയണ്ടയോ? അങ്ങനെയാണെങ്കിൽ ഈ താടി ഒന്ന് കുറച്ചിട്ടുള്ളൂ കാര്യം. അത് നല്ല കാര്യമാണ്. ഷേർലിയുടെ വണ്ണം ഇങ്ങനെ കുറഞ്ഞു വരികയും തന്റെ വണ്ണം ഇങ്ങനെ കൂടി വരികയും ചെയ്താലേ ഷേർലിക്ക് അത് താങ്ങാൻ പറ്റൂല. സാജൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ വണ്ണത്തിലൊന്നും ഒരു കാര്യമില്ല. കാന്താരിക്ക് എന്തിനാ മുഴുപ്പ്? ഞാൻ കാന്താരി തിന്നിട്ടില്ലേ. അല്ലടോ, ഞാൻ ആലോചിക്കാറുണ്ട് ഈ ദൈവത്തിന്റെ ഓരോ വികൃതികളെ. തന്നോട് ദൈവം എന്ത് വികൃതിയാണോ ചെയ്തത്? വണ്ണമുള്ള സ്റ്റീഫന് വണ്ണമില്ലാത്ത ഷേർലി. ഓ, വണ്ണമില്ലാത്ത തനിക്ക് വണ്ണമുള്ള എലീസ. അപ്പൊ വണ്ണമുള്ളവരെല്ലാം എണ്ണ തേക്കാതെ ദൈവത്തെ വിളിച്ചാൽ മതി എന്നാണോ നീ പറയുന്നത്? ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ദൈവം കൊടുത്താ പിന്നെ ആരും ദൈവത്തെ വിളിക്കുകയില്ലല്ലോ. ദൈവത്തെ വിളിച്ചിട്ട് എണ്ണ തെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. വലിച്ചു വാരി തിന്നാതിരുന്നല്ലേ വണ്ണം കൂടാതിരിക്കുള്ളൂ. എടോ, ആയുർവേദ മരുന്ന് കഴിക്കുമ്പോ പഥ്യം നോക്കിയില്ലെങ്കിലേ അതിനൊരു ബലവും ഉണ്ടാകുകയില്ല. ഓ, അത് ശരിയാ. പഥ്യം നോക്കണം. എടി, നീ അതിന്റെ കുപ്പിക്ക് എടുത്തേടി. അക്കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അത് വേണം. ആയുർവേദത്തിന് അങ്ങനെ ഒരു ദൂഷ്യമുണ്ട്. അതാണ് ഈ ആയുർവേദം തേക്കുമ്പോഴേ. ഇത് കേട്ടോ, ഈ എണ്ണ തേക്കുന്നതോടൊപ്പം പഥ്യം കൃത്യമായി നോക്കാത്ത പക്ഷം ഇത് ഗുണകരമാകുന്നതല്ല. ആഹാരക്രമം: രാവിലെ ഒരു ഇഡലി അല്ലെങ്കിൽ ഒരു ദോശ, ഉച്ചയ്ക്ക് ഒരു കപ്പ് ചോറ് അല്ലെങ്കിൽ ഒരു ചപ്പാത്തി, വൈകിട്ട് ഒരു കപ്പ് കഞ്ഞി. കൃത്യമായ പഥ്യം നോക്കേണ്ടതാണ്. അമിതമായ തടിയുള്ളവർ പഥ്യം നോക്കുന്നതോടൊപ്പം ദിവസം 30 മിനിറ്റ് നേരം വ്യായാമം നടത്തേണ്ടതുമാകുന്നു. ഒരു ഇഡലിയും തിന്ന് 30 മിനിറ്റ് വ്യായാമം ചെയ്യണേ ഞാൻ പിന്നെ ഈ എണ്ണയും കുത്രാണോ തേക്കേണ്ട കാര്യമുണ്ടോ? എടി, ഇതിനാണ് താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്നത്. അതിലും നല്ലതല്ലേ മരുന്ന് ബാധി പട്ടിണി ബാധി എന്ന് പറയുന്നത്?